ഒക്ടോബർ 8 മുതൽ UPI വഴി നടത്തുന്ന ഇടപാടുകൾക്ക് മുഖം തിരിച്ചറിയൽ, വിരലടയാളം എന്നിവ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് റിപ്പോർട്ട്. ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിൽ സൂക്ഷിച്ചിട്ടുള്ള ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും സ്ഥിരീകരണം നടത്തുക. ഒക്ടോബർ 8 മുതൽ UPI വഴി നടത്തുന്ന ഇടപാടുകൾക്ക് മുഖം തിരിച്ചറിയൽ, വിരലടയാളം എന്നിവ ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിൽ സൂക്ഷിച്ചിട്ടുള്ള ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും സ്ഥിരീകരണം നടത്തുക എന്നത് ഇത് സംബന്ധിച്ച വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇടപാടുകൾ സ്ഥിരീകരിക്കുന്നതിന് ബദൽ മാർഗങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല മാർഗനിർദ്ദേശങ്ങളെ തുടർന്നാണ് ഈയൊരു നീക്കം. പണമിടപാടുകൾ സ്ഥിരീകരിക്കുന്നതിന് ന്യൂമറിക് പിൻ ആവശ്യമുള്ള നിലവിലെ സംവിധാനത്തിൽ നിന്ന് വലിയ മാറ്റമായിരിക്കും ഇത്. മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനിടെയാണ് NPCI UPI പേയ്മെന്റുകൾക്കുള്ള ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ അവതരിപ്പിച്ചത്. NPCI അവതരിപ്പിച്ച ഈ പുതിയ സവിശേഷത ബയോമെട്രിക് പരിശോധനയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ബയോമെട്രിക് സംവിധാനം അവതരിപ്പിച്ചതോടെ UPI പേയ്മെന്റുകൾ നടത്താൻ ഉപയോക്താക്കൾക്ക് ഇനി പിൻ നമ്പർ നൽകേണ്ടി വരില്ല. 2016 ഏപ്രിലിൽ ആരംഭിച്ചതിനു ശേഷം UPI ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ അപ്ഡേറ്റ് ആണിത്. ഉപയോക്താക്കൾക്ക് ഇനി പിൻ കോഡിന് പകരം അവരുടെ മുഖവും വിരലടയാളവും ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ UPI പേയ്മെന്റ് പ്രക്രിയ മുമ്പത്തേക്കാൾ വളരെ എളുപ്പമാക്കുമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ പോസ്റ്റിൽ NPCI കുറിച്ചിട്ടുമുണ്ട്. ഈ പുതിയ സവിശേഷതയുടെ ഒരു പ്രധാന നേട്ടം നിങ്ങളുടെ UPI സുരക്ഷാ പിൻകോഡ് മറന്നുപോയാലും ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല UPI ആപ്പുകളിൽ അവരുടെ പിന്ന് സജ്ജീകരിക്കുന്നതോ പുനഃസജ്ജമാക്കുന്നതോ പുതിയതും സുരക്ഷിതവുമായ ഒരു മാർഗം ഈ ഫീച്ചർ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ഇതുവരെ ഒരു UPI പിൻ സൃഷ്ടിക്കുന്നതിന് ഡെബിറ്റ് കാർഡ് വിശദാംശങ്ങൾ നൽകുകയോ ആധാർ വൺ ടൈം പാസ്വേഡ് പരിശോധന നടത്തുകയോ ചെയ്യണമായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.